എന്തിനാണ് പൂങ്കോടിയെ കാറി നീ കരയണത്? ഇപ്പൊ വരും പൊന്നും കോടിയെ മുല്ലമുട്ടും കാതിലേക്കും കല്ലു വച്ച മൂക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും കോടിയെ. എന്തിനാണ് ദാക്ഷായണിയെ കാറി നീ കരയണത്? ഇപ്പൊ വരും ചെല്ലപ്പൻ ചേട്ടൻ. സൂപ്പറായി പാടിട്ടോ, അസായി പാടി. അവൻ നന്നായി പാടുണ്ടല്ലോ. ഓനെ പാട്ട് പഠിപ്പിക്കട്ടോ. അല്ല അച്ഛമ്മ നിനക്കറിയണേ, അച്ഛമ്മക്ക് നിന്റെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടാവില്ല. എടാ ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ എന്തിനാണ് അച്ഛമ്മയെ കരയിപ്പിച്ചേ? എന്റെ പാട്ട് അച്ഛമ്മക്ക് നല്ല ഇഷ്ടമാണ്. അല്ല അച്ഛമ്മ പാട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ടൊന്നും അല്ല കരഞ്ഞത്. ഇത്ര വലിയ ആഡംബരം ഒന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഒരു പായസത്തിൽ ഒതുക്കിയാൽ മതിയായിരുന്നു. ഒന്നാമത് കടത്തിനോട് എന്തിനാണ് ഇത്രയും വലിയ കടം വെച്ച് വെക്കുന്നത്? എന്റെ അമ്മ, നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്ക്. ഓരോ കാര്യങ്ങൾ നടന്നു പോണത് അതേപോലെ പോയിക്കോട്ടെ. ഇത് പൈസ ഇങ്ങനെ കയ്യിൽ കെട്ടിപ്പിടിച്ചിരുന്ന ഈ വക കാര്യങ്ങളും എല്ലാം നടക്കും. അല്ല, ഓരോ സ്ഥലേ ഓരോ കാര്യങ്ങൾ വരുമ്പോ അതാണ് നടത്തല്. അത്രേ ഉള്ളൂ. അമ്മ കോടീശ്വരന്മാരെ ഇഷ്ടമായിരിക്കുന്നുണ്ട്. ഇതേമാതിരി കൂടി ചേർന്ന് ഇരിക്കാൻ ആൾക്കാരില്ലാത്ത. അതിനൊരു യോഗ കൂടി വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഓരോ കായും പണം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല പിന്നെ ഇപ്പൊ തന്നെ എത്ര അമ്മമാരെയാണ് മക്കളുണ്ടോ അനാഥാലയത്തിലാക്കിയാണ്. ഒരെണ്ണം തിരിഞ്ഞു നോക്കണില്ല. ഇപ്പൊ തന്നെ വാസൂട്ടിക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിലും അവനിങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചില്ലേ? അതാണ് കാര്യം. പിന്നല്ലേ അല്ല അമ്മ എന്തിനാ കരഞ്ഞു? അമ്മ ഇപ്പൊ എന്തിനാ കരഞ്ഞേ അത് പറയും. അതാണ് പറഞ്ഞു കൊടുക്കാം ആദ്യം. കരഞ്ഞേന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാട്ടോ. ചെല്ലപ്പെട്ടത്തില്ലല്ലോ. ഇതെന്തത് കത്തോ? അത് ശരി, ഒന്ന് വായിച്ചത്. അത് കലക്കിലോ സമ്മാനം വല്ല രീതിയുള്ളൂ. കത്തും വെച്ചിട്ടാണ് ഇവിടെ പൂച്ചേനെ പോലെ ഇരുന്നേ. വായിക്കട്ടെ. പ്രിയപ്പെട്ട ദാക്ഷായണിക്ക്, എനിക്ക് നിന്റെ ഷഷ്ടിപൂർത്തിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എങ്കിലും നിനക്ക് എന്റെ 60ാം പിറന്നാൾ ആശംസകൾ എന്ന് നിന്റെ സ്വന്തം ചെല്ലപ്പെണ്ണ. അല്ല അമ്മ എന്നാലും എന്തിനാ കരഞ്ഞേ? എന്റെ പൊന്നു സന്തോഷം കൊണ്ടാ. അമ്മക്കിനി ഒരാഴ്ചത്തേക്ക് ഇത് മതി. അല്ലാതെ എന്റെ മക്കളെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ അമ്മയ്ക്ക് സന്തോഷം വരുന്നില്ലേ? അന്റെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എവിടെ നമ്മുടെ ഈരോടുള്ള അളിയനെ എവിടെ ഇവര് വന്നില്ലേ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ ഒരുമിച്ച് ഇറങ്ങായിരുന്നതാ. അപ്പോഴാ പുള്ളിക്ക് ഒരു സാവ് കൂത്ത് വന്നത്. അതെന്ത് പണിയാണ് സുമയാളിയൻ കാണിച്ചത്? ഇവിടെ നമ്മുടെ നല്ലൊരു സാവക്കൂത്ത് നടക്കല്ലേ? അങ്ങനെ പറയരുത്. എന്താ സാവക്കൂത്ത്? സാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ കൊട്ടാൻ പോണതാ. അമ്മനെ കൊല്ലാൻ നിൽക്കാന്ന് ഞാനെന്തോ ആവശ്യത്തിന് പോയാന്ന് കരുതി വാസുട്ടി. ഞാൻ പറയൂ അമ്മ അങ്ങനെ. അങ്ങക്കും മനസ്സിലായില്ല. അല്ല ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി എന്താണ്? ജെസ്സി ഒരു കേക്ക് കൊണ്ടുവന്നുണ്ട്. നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആഘോഷം കേക്ക് കട്ട് ചെയ്തിട്ട് ഭക്ഷണമായോ? ആയിക്കോട്ടെ. അല്ല നിങ്ങള് ഓക്കെ അല്ലല്ലേ? ഇതിലൊരു കത്തി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്നോടാണോ ചോദിക്കണ കത്തി എവിടെയെന്ന്? ഫൈബറിന്റെ കത്തി ഉണ്ടായി അതിലുണ്ടാവില്ല ഒരു പ്ലാസ്റ്റിക്കിന്റെ. കാണട്ടെ എന്തി? അതെ ഇതിലൊരു കത്തി മതിയല്ലോ. ഒരു കത്തി എടുക്ക്. കാണാനില്ല, ഒരു കത്തി എടുക്ക്. വലിയൊരു കത്തി ഉണ്ട്. നിങ്ങളല്ലേ നേരത്തെ കൊണ്ടുപോയത്? എവിടെ കൊണ്ടു കളഞ്ഞത്? ആ കത്തി എടുത്താൽ കുഴപ്പം ശരിയാവില്ല. അതെന്താ അതിന് കറണ്ടാവും. ഏതെങ്കിലും ഒരു കത്തി മതിയല്ലോ. ഏറെ തെങ്ങ ഇത് മുറിക്കാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ടാ. കൊണ്ടാ ഈ വീട്ടിലൊരു കത്തിയൊന്നുമില്ലേ? അല്ലെ മൂപ്പരുള്ളവർക്ക് വേറെ കത്തിയുടെ ആവശ്യമില്ലല്ലോ. അത് വെച്ച് ഇത് മുറിക്കാൻ പറ്റില്ലല്ലോ. അതെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ? അല്ല ഇത് വൈറ്റ് ഫോറസ്റ്റാ. മിണ്ടാതെ നിക്കടാ. തിന്നു കഴിഞ്ഞാൽ എല്ലാം ഫോറസ്റ്റിലാണ്. നീ എന്ത് കളിയാ കളിക്കണം? നല്ലൊരു ദിവസമായിട്ട് അല്ലടാ അങ്ങനെയെങ്കിലും ഓനാതൊന്ന് കയ്യിൽ പിടിച്ചോട്ടെ. പണിക്കൂലല്ലോ. മേടിച്ചിട്ട് തൊട്ടിട്ടില്ല. പെയിന്റും പോട്ടില്ല. മാറ്റി അപ്പൊ അങ്ങോട്ട് മുറിച്ച് ഞങ്ങടമ്മ. എന്റെ ജന്മനാളിന് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് ശീലിച്ചോളി. ജോസൂട്ടി കൊണ്ടുവന്നല്ലേ? ആട് മുറിച്ചോ.
ഒന്ന് വഴി കൊടുക്കൊന്ന് നോക്കിക്കോട്ടെ. മുറിക്കന്റെ അമ്മ ലെറ്ററിന്റെ ഒരു പാട്ട് പാടി ചേച്ചി. കഴിക്കരുത്, ആരും കഴിക്കരുത്, കഴിക്കാൻ പറ്റേ? കഴിക്കരുത്. എന്തേ? അടുത്ത ജന്മനാളിന് ഞാൻ കാണുമല്ലെന്ന് എങ്ങനെ അറിയാം? അയ്യോ, കഴിക്കും. കഴിക്കും വേണോ? നമുക്കില്ല. വാ. ആൺമക്കൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങള് പെൺമക്കൾക്കൊന്നും ഇല്ലേ? ഓ, തരാം. എനിക്ക് വേണ്ടമ്മ. കണ്ണിടക്കിയത് കഴിച്ചോ? ഭാര്യ കഴിക്കണ ഞാനും ഇതേമാതിരി ഒരു ദിവസം നോക്കിയപ്പോ അവിടെ തറഞ്ഞു കഴിച്ചില്ല. അല്ല, അതിന് കുഴപ്പമില്ല, ചിലർക്ക് അങ്ങനെ. മക്കൾ കഴിക്കും. എനിക്കിതാ. കഴിക്കുമോളെ. കഴിച്ചോ? മല്ലിയേ സാമ്പാറിലേ ഉപ്പ് കമ്മിണ്ട്. കുറ്റം പറഞ്ഞു തുടങ്ങി. നല്ല സാമ്പാറാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ അടുപ്പിലെ ചൂട് ഉപ്പ് കാണോ? അത് ചെറുതടിച്ചടിച്ച് നാക്കുമര വെച്ച് പോയി. ചെറുതടിച്ചടിച്ച് നാക്കുമര വെച്ച് പോയി. എരിവും കൂടി ഒന്നും കേൾക്കാതെ. ഇത് സൗമ്യയുടെ സ്പെഷ്യൽ കേട്ടോ. ആണല്ലേ? നല്ലതല്ലേ? എന്ത് മോളെ? യോ, ഇതൊരു വെള്ളം കുടിക്ക്. മക്കനെ അങ്ങനെ അയച്ചു മാറ്റാം, അത് കുടുങ്ങിണ്ടാവും കഴിച്ച്. മക്കൾ വെള്ളം കുടിക്ക. വെള്ളം കുടിച്ചാ മുകളിലോട്ട് നോക്കിയേ. പോയാ കോട്ടത്. എലി എലി ഈ പച്ച ഉരുള അങ്ങ് വിഴുങ്ങ്. പച്ച ഉരുള ഇതങ്ങോട്ട് വിഴുങ്ങ്. വിഴുങ്ങ്. ഒന്നും കൂടെ ചവയ്ക്കാതാണ്. വിഴുങ്ങ് വിഴുങ്ങ് വിഴുങ്ങ്. ഒന്നും കൂടെ, ഒന്നും കൂടെ, ഒന്നും കൂടെ വിഴുങ്ങ്. ഇതങ്ങ് വിഴുങ്ങ്. ഇച്ചിരി വെള്ളം കൂടെ കുടിക്കും. കുടിക്കും. അത് കുഴപ്പമില്ല. പോയാ കഴിക്കുക. മുരിങ്ങക്കല്ല മുരിങ്ങയുടെ പോലെ. അതെ, നമ്മളൊക്കെ അമ്മ വന്നപ്പോ ഓരോ ഉരുളല്ലേ കഴിച്ചോളൂ, വേണ്ടാത്ത ആള് 3 ഉരുളായിരുന്നു. അതെ, ഒരു മനുഷ്യ സ്നേഹത്തോടെ എന്തെങ്കിലും തന്ന അത് നിരസിക്കരുത് കേട്ടോ. ഇനിയെങ്കിലും പഠിച്ചോ. കഴിച്ചോ കഴിച്ചോ.